Good morning. Today's class we are going to discuss about the stability of a methyl cyclohexane. Last class we have seen the conformation of cyclohexane, how the ring flipping happening, and how the molecule gets stabilized through ring flipping. So ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് substituted cyclohexane ആണ്. അതിൽ ഒരേ ഒരു കേസ് മാത്രമേ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. That is the molecule with a single substituent methyl group. അപ്പോൾ methyl group എങ്ങനെയൊക്കെയാണ് നമുക്ക് occupy ചെയ്യുന്നത്, ഏത് പൊസിഷനിൽ ഇരുന്നാലാണ് the molecule is stable എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ തരുന്നത്. Here we can see the two molecules in the flipped conformation. First one is the equatorial one and the second one is the axial position. അപ്പോൾ ഇത് സെയിം സൈക്ലോഹെക്സേൻ റിംഗ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഫസ്റ്റ് സൈക്ലോഹെക്സേനിൽ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്നതെങ്കിൽ if the ring flips, this equatorial position will automatically convert to axial position. അപ്പോൾ നമുക്കറിയാം ഇക്വറ്റോറിയൽ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം, ആക്സിയൽ പൊസിഷൻ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി ഏത് മോളിക്യൂളിനാണ്, ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇരിക്കുന്നതിലാണോ അല്ലെങ്കിൽ ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണോ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. അപ്പോൾ നമുക്കറിയാം ഏത് സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നാലും if it occupies in the equatorial position, the molecule is highly stable because ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻസ് ഒന്നും വരാനില്ല. ഇവിടെ നമുക്ക് നോക്കാം, ഈ മീഥൈൽ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വേറെ സ്റ്റെറിക് ഓവർ ക്രൗഡിങ്ങോ അല്ലെങ്കിൽ മോളിക്യൂൾ ഈ മീഥൈൽ ഗ്രൂപ്പ് വേറെ ഏതെങ്കിലും ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടോ ഇന്ററാക്ട് ചെയ്യുന്നില്ല. സോ ഇവിടെ സ്റ്റെറിക് ഇന്ററാക്ഷൻസ് ഇല്ല, വേറെ ഒരു തരത്തിലുള്ള ഓവർ ക്രൗഡിങ് അങ്ങനെയൊന്നും ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന് ഫീൽ ചെയ്യാനില്ല. സോ ദിസ് മോളിക്യൂൾ ഈസ് ഹൈലി സ്റ്റേബിൾ. അതുപോലെ സൈക്ലോഹെക്സേൻ ഈ മീഥൈൽ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുമ്പോഴായിരിക്കും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ആക്സിയൽ പൊസിഷൻ വി ക്യാൻ സീ ദ മീഥൈൽ ഗ്രൂപ്പ് ഈസ് ഇൻ ദ upward direction. ഇവിടെ നമുക്കറിയാം സൈക്ലോഹെക്സേനിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും there will be hydrogen atoms. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലെല്ലാം ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ here we are having hydrogen, here we are having a hydrogen, we are having hydrogen, അതുപോലെ താഴോട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പ് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ you have to consider this as a first position. അപ്പോൾ ഇവിടെ സെക്കൻഡ് ആവും. This one is the second position and this one is the third position. അതുപോലെ റിവേഴ്സ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ this is the second position and this is the third position. അപ്പോൾ ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാലും ഇങ്ങോട്ട് പോയാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാലും തേർഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഇറ്റ് ഈസ് പോയിന്റിങ് അപ്വേർഡ്. അപ്പോൾ അതായത് രണ്ട് തേർഡ് പൊസിഷനിലും ഒരു ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അതായത് ദേ ആർ പോയിന്റിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് it will interact with the methyl group. അപ്പോൾ അവിടെ ഒരു steric overcrowding ആണ്. There is a steric interaction between this methyl group and hydrogen atoms in the third position. So it is called 1,3 diaxial interaction. അപ്പോൾ മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിൽക്കുന്ന മീഥൈൽ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുന്ന മീഥൈൽ ഗ്രൂപ്പിനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. They are in the third position. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ഫസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് ദ ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ തേർഡ് പൊസിഷൻ. രണ്ട് തേർഡ് പൊസിഷൻസ് വരാം. നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് പൊസിഷൻ ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിലും ഒരു തേർഡ് പൊസിഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് 1,3 diaxial interaction. സോ there is a ഇപ്പോൾ ഇലക്ട്രോൺസ് ഉള്ളത് കാരണം എന്ത് സംഭവിക്കാം, there is a repulsive steric interaction. If methyl group is occupying in the equatorial position, there will be few steric interaction. അപ്പോൾ ഇത് equatorial position നിൽക്കുകയാണെങ്കിൽ ഈ steric interaction എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. This is because group points away from the axial hydrogen atoms of the 3,3 and C5 position. So it gets a room
into space from which the rest of the molecules. അപ്പോൾ അവിടെ മറ്റു ഗ്രൂപ്പ്സിനെ നോക്കുമ്പോഴത്തേക്കും മീതൽ ഗ്രൂപ്പ് ഇവിടെ ബൾക്കിയാണ്. സോ അവിടെ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ it will be happy and the molecule will be stable. This because എപ്പോഴും എന്താണ് ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും, എല്ലാ റിപ്പൾഷനും ഫ്രീ ആയിരുന്നാൽ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മീഥൈൽ സൈക്ലോഹെക്സേൻ, if it is in the axial position, there will be interactions, steric interactions of the axial hydrogen atoms at the third position. That is called the 1,3 diaxial interaction. So the molecule with the methyl group in the equatorial position is a highly stable one. അവരുടെ എനർജി ഡിഫറൻസ് ആണ് ഈ പറയുന്നത്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ an axial and equatorial hydrogen atom എന്ന് പറയുന്നത് is about 7.5 kilojoule per mole at room temperature. The energy barrier is too small to prevent their interconversion. So the individual components cannot be isolated. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ നമ്മൾ 1.7 കിലോ കാലറീസ് ആണ്, കിലോ ജൂളിൽ പറയുകയാണെങ്കിൽ 7.5 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇപ്പോൾ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. സ്മോൾ ആയത് കാരണം എന്താണ്, എനർജി ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള കഴിവ് ഈ മീഥൈൽ സൈക്ലോഹെക്സേൻ ഉണ്ട്. സോ എപ്പോഴും നമ്മൾ മീഥൈൽ സൈക്ലോഹെക്സേൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ഐസോമേഴ്സ്. അപ്പോൾ രണ്ട് കമ്പോണൻസും അതിനകത്ത് ഉണ്ടായിരിക്കും എപ്പോഴും. സോ എനർജി ലെവൽ എന്ന് പറയുന്നത് മീഥൈൽ സൈക്ലോഹെക്സേൻ്റെത് നമുക്ക് കാണാം ഇവിടെ കൂടുതലാണ്, ആൻഡ് ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ മോളിക്യൂൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീഥൈൽ സൈക്ലോഹെക്സേൻ വിത്ത് മീഥൈൽ ഗ്രൂപ്പ് ഇൻ ദ ഇക്വറ്റോറിയൽ പൊസിഷൻ ഈസ് മോർ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ കാണാം 1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടുത്തെ മീഥൈൽ ഗ്രൂപ്പ് നമ്മൾ ഒന്നെന്ന് കൺസിഡർ ചെയ്താൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിലും തേർഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാലും തേർഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ 1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. So these are the assumptions. So among the chair conformation of methyl cyclohexane, methyl group in the equatorial position is more stable. Methyl group in the axial position interact with the axial hydrogen on the C3 and C5 position. Since these three axial bonds are on the same side of the ring, അപ്പം അവർ റിങ്ങിന്റെ സെയിം സൈഡും ആണ്, പാരലൽ ടു ഈച്ച് അതറും ആണ്. സോ ഓവർ ക്രൗഡിങ്ങും വരാം, സ്റ്റെറിക് ഇന്ററാക്ഷനും വരാം. അതുകൊണ്ടാണ് അതിന് ഇന്ററാക്ഷന് 1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മീഥൈൽ ഗ്രൂപ്പ് ഇൻ ദ ഇക്വറ്റോറിയൽ പൊസിഷൻ ഹാവ് ലെസ് സ്റ്റെറിക് ഇന്ററാക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് അവേ ഫ്രം 1,3 ഡയാക്സിയൽ ഹൈഡ്രജൻ. നെക്സ്റ്റ്, ഇക്വറ്റോറിയൽ മീഥൈൽ സൈക്ലോഹെക്സേൻ ഈസ് മോർ സ്റ്റേബിൾ സിൻസ് ദർ എനർജി ഡിഫറൻസ് ഈസ് വെരി ലോ. സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് രണ്ടും സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞാലും, അല്ല രണ്ട് മോളിക്യൂൾ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും ദർ ഇന്റർ കൺവേർഷൻ എനർജി എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. സ്മോൾ ആയത് കാരണം ഈ മോളിക്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ മാത്രമല്ല ഉണ്ടാവുക, രണ്ടിന്റെയും ഒരു ഇക്വിമോളാർ മിക്സേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത് it is a form of stereoisomerism describing the orientation of functional group within a molecule. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു മോളിക്യൂളിനകത്ത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ജോമെട്രിക്കൽ ഐസോമെറിസം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ബോണ്ടിന്റെ ചുറ്റും എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ geometrical isomerism discuss ചെയ്യുന്നത്. That is, the two isomers which have the same structural formula but differ in their spatial arrangement of atoms or groups around a double bond due to restricted rotation about the double bond are called geometrical isomers. The necessary condition for a geometrical isomerism in the compounds containing carbon-carbon double bond. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസ് എല്ലാം ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം
അപ്പോൾ നമ്മൾ പറഞ്ഞു geometrical isomers എന്ന് പറയുന്നത് it is due to a restricted rotation about a carbon-carbon double bond. Carbon-carbon double bondന്റെ restricted rotation വഴി ഉണ്ടാവുന്ന ഒരു ഐസോമെർസമാണ് geometrical isomers എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഡബിൾ ബോണ്ട്സിന്റെ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. Two isomers which have the same structural formula but differ in the spatial arrangement. നമ്മൾ ഫോർമുലയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയായിരിക്കും സ്ട്രക്ചറൽ ഫോർമുല, പക്ഷേ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അല്ല, സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. Spatial arrangement of atoms or groups around the double bond due to restricted rotation about the double bond are called geometrical isomers. അപ്പോൾ എന്തൊക്കെയാണ് conditions? Two identical atoms or groups should not be present on either of the atoms linked by a double bond. So for example, carbon-carbon double bond നമ്മൾ നോക്കുകയാണെങ്കിൽ AB രണ്ടും, അതായത് ഒരു കാർബണിൽ കൂടെ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, എയും ബിയും. ഇപ്പുറത്തെ കാർബണിലും അതുപോലെ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എയും ബിയും. സെയിം ഗ്രൂപ്പ്സ് ആയിരിക്കരുത്, ഒരു കാർബണിൽ സെയിം ഗ്രൂപ്പ് വരാൻ പാടില്ല എന്നൊരു കണ്ടീഷനാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് two identical atoms or groups should not be present on either atoms linked by a double bond. അപ്പോൾ ഒരു ഡബിൾ ബോണ്ടിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് കാർബൺ ആറ്റംസ് are ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് two identical atoms or groups should not be present on either of the atoms. ഈ രണ്ട് കാർബണിലും ഓരോ കാർബണിലും സെയിം ഗ്രൂപ്പ്സ് വരാൻ പാടില്ല, A C എന്നുള്ളൊരു കണ്ടീഷൻ വരാൻ പാടില്ല. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ AB എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിച്ചു. അപ്പൊ C ഡബിൾ ബോണ്ട് C AB ഇതാണ് നമ്മുടെ ജോമെട്രിക്കൽ ഐസോമെർസത്തിൽ വരേണ്ടത്. അല്ലാതെ ഒരു കാർബണിൽ തന്നെ രണ്ട് സെയിം ഗ്രൂപ്പ് വരുന്നതാണ് AAC അല്ലെങ്കിൽ ABC. അപ്പോൾ ഒരു കാർബണിലെ രണ്ട് സെയിം ഗ്രൂപ്പ്സ് വരാൻ പാടില്ല. ഇവിടെ B മാറ്റിട്ട് A വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരാൻ പാടില്ല എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ദിസ് കോമ്പൗണ്ട് ഓഫ് ദ ടൈപ്പ് ABC എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് Cന്റെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് എയും ബിയും. Can they exist in the following two forms due to the frozen rotation about a carbon-carbon double bond? അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അതായത് രണ്ട് സൈഡിലും A ഒരേ ഡയറക്ഷനിൽ വരുന്നത്, അല്ലെങ്കിൽ A ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് സെയിം ഗ്രൂപ്പ്സ് ഒരേ ഡയറക്ഷനിൽ വരാം, അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരാം. The isomers in which identical groups are on the same side, ഒരേപോലത്തെ ഗ്രൂപ്പ് ഒരേ സൈഡിൽ വരുന്നതിനെ നമ്മൾ പറയും സിസ് ഐസോമർ എന്ന് പറയും. അപ്പൊ ഇതിനെ നമുക്ക് സിസ് ഐസോമർ എന്ന് പറയാം. ഓക്കെ, ഇഫ് ദ ഗ്രൂപ്പ്സ് ആർ കമ്മിങ് ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ A is coming here and B is coming here. അപ്പൊ ഒരേ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, B opposite direction, A opposite direction. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും ട്രാൻസ് ഐസോമർ. They are called trans isomers. Okay. The same groups are on the same side. They are called cis isomers. And the same groups are on the opposite direction. We can say they are trans isomers. So for example, here we are taking an example 1,2-dichloroethene. So ethene substituent ആയിട്ട് ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് കേസിൽ ക്ലോറിൻ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സോ ഇറ്റ് ഈസ് കാൾഡ് ട്രാൻസ് ഐസോമേഴ്സ്. ഹിയർ ദ ക്ലോറിൻ ആറ്റംസ് ആർ ഓൺ ദ സെയിം സൈഡ്, സോ ഇറ്റ് ഈസ് കാൾഡ് സിസ് ഐസോമർ.
Next we are going to discuss about the restricted rotation about the double bond. Double bond എന്തുകൊണ്ട് restricted rotation പറയുന്നു? We know that a double bond is made up of sigma and pi bond. സിഗ്മയും കാണും പൈ ബോണ്ടും കാണും ഒരു ഡബിൾ ബോണ്ടിൽ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് പറയാം it consists of only sigma bond. But in the case of double bond, there is both the sigma and pi. Here the central carbon is undergoing sp2 hybridization. Okay. sp2 hybridization ആണ് നമ്മുടെ കാർബൺ ആറ്റം undergo ചെയ്യുന്നത്. So നമുക്കറിയാം sp2 hybridization നമുക്കറിയാം 3 types of p orbitals are there. അതിൽ 3 p orbital ഉള്ളതിൽ 2 p orbital മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. Rest one is not involving in the hybridization. So it is called unhybridized orbital. അപ്പോൾ ആ unhybridized ആയിട്ടുള്ള orbital it lies perpendicular to the hybridized orbital. അല്ലെങ്കിൽ ബോണ്ടിന്റെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ p orbital പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത unhybridized ആയിട്ടുള്ള p orbital എന്താണ് ഈ കാർബണിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ sp2 hybridized orbitalന്റെ hybridized orbitals എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് ഈ p orbital രണ്ട് കാർബണിലും കാണും. നമുക്ക് കാണാം ഇവിടെ here we can see this one is the unhybridized p orbital. അതുപോലെ ഇവിടുത്തെ ഇതാണ്. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ പാരലൽ ആയിട്ട് നിൽക്കുകയാണ്. ദാ ഇവിടെയും ഇവിടെയും. അപ്പോൾ ഈ പാരലൽ ആയിട്ട് നിൽക്കുന്ന p orbitals ഓവർലാപ്പ് ചെയ്യാം. സൈഡ് വേസ് ഓവർലാപ്പ് ചെയ്തിട്ട് ആണ് പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം ഈ sp2 hybridized orbitalsന്റെ ഓവർലാപ്പ് കാരണം സിഗ്മ ബോണ്ടിങ്ങും ഇതവിടെ നമുക്ക് നടുക്ക് കാണാം സിഗ്മ ബോണ്ടിങ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് കാണാം. ഓക്കെ. സിഗ്മയും കാണാം. ഈ രണ്ടെണ്ണത്തിന്റെ ഓവർലാപ്പ് കൊണ്ടാണ് പൈ ബോണ്ടിങ് വരുന്നത്. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ആണുള്ളത് സിഗ്മ ആൻഡ് പൈ. അപ്പോൾ sp2 hybridized orbital is due to the mixing of 1s and 2p orbitals. As a result of this, sp2 hybridized orbitals are formed and one p orbital, that is unhybridized p orbital, lie perpendicular to the direction of this sp2 hybridized orbitals. This sp2 hybridized orbitals of the two carbon atoms overlap, resulting in the formation of sigma bond, and the sidewise overlapping of the unhybridized p orbital, that is this one, through sidewise, resulting in the pi bonding. അപ്പോൾ ഇവർ പ്ലാനാർ അറേഞ്ച്മെന്റിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ മോളിക്യൂളിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. We are trying to rotate this molecule. ഇപ്പൊ നമ്മൾ ഈ CC ബോണ്ട് വഴി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ it will rupture the bond. ഈ ബൈ ബോണ്ടിനെ റപ്ചർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഈ പ്ലാനാർ അറേഞ്ച്മെന്റിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും റപ്ചർ ചെയ്യും പൈ ബോണ്ടിനെ റപ്ചർ ചെയ്ത്. ദിസ് ഒബ്വിയസ്ലി ഈസ് നോട്ട് ഫേവർഡ്. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള റൊട്ടേഷൻ ഒന്നും ഈ മോളിക്യൂൾ ഫേവർ ചെയ്യില്ല. Thus the presence of pi bond restricts or hinders the rotation of the molecule about the double bond, and it is this which makes the geometrical isomerism possible. അപ്പോൾ അതുകൊണ്ടാണ് ഈ geometrical isomerism എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഡബിൾ ബോണ്ടിന്റെ ചുറ്റും നമുക്ക് CC ബോണ്ട് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഫസ്റ്റ് കേസ് ഈതേന്റെ മോളിക്യൂൾ അല്ലെങ്കിൽ കൺഫർമേഷൻസ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത്. റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എക്ലിപ്സ്ഡും സ്റ്റാഗർഡ് കൺഫർമേഷൻസ് ഒക്കെ പഠിച്ചു. പക്ഷെ ആ ഒരു റൊട്ടേഷൻ CC double bond form ചെയ്താൽ it is not possible because it can happen only by breaking of this pi bond. അത് it is not a favorable case. So ഈ restriction കൊണ്ടാണ് double bonds അതായത് cis and trans isomerism possible ആയിട്ട് വരുന്നത്. Next we can see the geometrical isomerism of but 2e. but 2e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ butane നമുക്കറിയാം 4 കാർബൺ ആറ്റംസ് ആണുള്ളത്. You can see 1, 2,
3 and 4. അപ്പോൾ ബ്യൂട്ട് 2ene എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ബ്യൂട്ട് 2ene എന്ന് പറയുന്നത്. അപ്പം ബ്യൂട്ട് 2ene അതുപോലെ തന്നെ ജോമെട്രിക്കൽ ഐസോമെർസ് പോസിബിൾ ആണ്. രണ്ട് കാർബണിന്റെ അപ്പുറം ഇപ്പുറം we can arrange the substituents. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മീഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത്. സാധാരണ നമ്മൾ എഴുതുന്നത് ഡബിൾ ബോണ്ട് C CH3 CH2 this is bute 2ene. അപ്പോൾ ഈ CC ഡബിൾ ബോണ്ടിന്റെ അല്ലെങ്കിൽ ഒരു കാർബണിന്റെ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് മീഥൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ രണ്ടെണ്ണം ഇല്ല, ബാലൻസ് നോക്കിക്കോളാം കാർബണിന്റെ. ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഹൈഡ്രജനും ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പുമാണ് CH. സോ ഇവിടുത്തെ മീഥൈൽ ഗ്രൂപ്പും ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഹൈഡ്രജനുമാണ്. അതിനെ എങ്ങനെയാണ് കാർബണിന്റെ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ട്രാൻസിലും സിസിലും കാണിച്ചിട്ടുള്ളത്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സബ്സ്റ്റിറ്റ്യൂents ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ സെയിം സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പും യു ക്യാൻ സീ മീഥൈൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുപോലെ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് കാൾഡ് ട്രാൻസ് 1, ട്രാൻസ് ബ്യൂട്ട് 2ene നമുക്ക് പറയാം. സിസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ we can see the methyl groups are on the same side and hydrogen atoms are on the same side. So it is called a cis bute 2ene. The cis and trans bute 2ene differ in their physical properties. Although their structural formula എല്ലാം സെയിം തന്നെയാണ്, നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതണമെങ്കിൽ സെയിം തന്നെയാണ് നമുക്ക് എഴുതുന്നത്. പക്ഷേ അവരുടെ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. They differ in their physical properties. Example, melting point of cis-2-butene is 134 Kelvin, while that of trans-2-butene is 167 Kelvin. So cis-2-butene കുറവാണ്, while the trans-2-butene എന്ന് പറയുന്നത് കൂടുതലാണ്. The lower melting point of this isomer is to be expected because on account of its lower symmetry. But cis-ന്റെ symmetry കുറവാണ് when compared with the trans. നമ്മളൊരു പ്ലെയിൻ അല്ലെ പ്ലെയിൻ നമ്മൾ നടുക്കൂടെ, അതായത് മോളിക്യൂളിന്റെ നടുക്കൂടെ കടത്തി വിടുക എന്ന് നമ്മളൊരു ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ പ്ലെയിനിന്റെ മുകളിലും താഴെയും സെയിം ഗ്രൂപ്പ്സ് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ there is a symmetry എന്ന്. പക്ഷെ ഇവിടെ ആ സിമെട്രി ഇല്ല. That is the reason why the molecule is having lower melting point. It fits into the crystal lattice more poorly than corresponding trans isomer. So ഈ സിമെട്രി ഇല്ലാത്തത് കൊണ്ട് ക്രിസ്റ്റൽ ലാറ്റിസിൽ ഫിറ്റിംഗ് എന്ന് പറയുന്നത് കുറവാണ് ഫോർ ദ കേസ് ഓഫ് സിസ് ഐസോമർ. സോ അപ്പൊ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്നതിന് മാത്രമേ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഹയർ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ മെൽറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് വൈ ട്രാൻസ് ഈസ് ഹാവിംഗ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ ബോയിലിംഗ് പോയിന്റ് കേസ് നോക്കുകയാണെങ്കിൽ cis-2-butene and trans-2-butenes are respectively 277 Kelvin and 274 Kelvin. ഇവിടെ higher boiling point of the cis isomer is due to its high polarity. Polarity എന്ന് പറയുന്നത് കൂടുതലാണ് cis isomer. On account of its lower symmetry, cis-butene has some polarity, whereas trans-2-butene being symmetrical would have zero dipole moment. അപ്പോൾ ഇവിടെ dipole moment നോക്കുകയാണെങ്കിൽ നമുക്കറിയാം trans-2-butene കേസ് നോക്കുകയാണെങ്കിൽ here we are knowing that upper dipoles they will cancel each other. ട്രാൻസിന്റെ കേസിൽ അതുപോലെ they are in the opposite direction. But in the case of this isomer, dipoles are not cancelling each other. So there is a polarity in the molecule. That is why this isomer is having higher boiling point when compared with the trans.
ഇപ്പോൾ പൊളാരിറ്റി ഉള്ളത് കൊണ്ടാണ് സിസിന് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, ട്രാൻസ് ഐസോമർ ഇസ് ഹാവിംഗ് ലോവർ ബോയിലിംഗ് പോയിന്റ്. പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് ദേ ആർ ഓപ്പോസിറ്റ്. സിമിട്രി ഉള്ളത് കൊണ്ട് ട്രാൻസിന് ഫിറ്റ് ചെയ്യാൻ, അതായത് ക്രിസ്റ്റൽ ലാറ്റസിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്. Next we are comparing the relative stability. Stability നമ്മൾ നോക്കുകയാണെങ്കിൽ what happens? In cis2 butene, the two methyl groups are on the same side of the double bond, whereas in the trans isomer, they are on the opposite side. The two bulky methyl groups, they are close to each other in cis2 butene. അപ്പോൾ രണ്ട് നോക്കുകയാണെങ്കിൽ cis2 buteneൽ രണ്ട് bulky methyl groups ഒരേ സൈഡിൽ ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. സോ അവിടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? There will be a chance for the steric hindrance and there will be electronic repulsion. അപ്പോൾ അവിടെ സ്റ്റെറിക് സ്ട്രെയിനും റിപ്പൾഷനും വരുന്നത് കൊണ്ട് സിസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെസ് സ്റ്റേബിൾ വെൻ കമ്പയർഡ് വിത്ത് ട്രാൻസ്. ട്രാൻസിലാണെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്ന ബൾക്കി ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം അല്ലെങ്കിൽ സബ്സ്റ്റുവന്റ് എന്ന് പറയുന്നത് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദർ ഈസ് എ ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓർ electronic repulsion when compared with the cis isomer. So cis isomer is less stable when compared with the trans one. Next we are going to discuss about the stability of fumaric acid and malic acid. Fumaric acid and malic acid ne structural formula ellam same thaneyanu. That is C double bond C COH അതുപോലെ CH COH. Fumaric acid ഉം malic acid ഉം നമ്മൾ എഴുതുമ്പോൾ രണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല സെയിം തന്നെയാണ്, പക്ഷെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം ഇരിക്കുന്നത്. സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഫ്യൂമറിക് ആസിഡിൽ COH ഗ്രൂപ്പ്, അതായത് കാർബോക്സിലിക് ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഡിഫറെന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് മലിക് ആസിഡ് COH ഗ്രൂപ്പ് ദേ ആർ ഓൺ ദ സെയിം സൈഡ്. But 2-ene-1,4-dioic ആസിഡിനെയാണ് നമ്മൾ but2-ene. but2-ene. 2-ene എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. 1,4-dioic ആസിഡ്. ഇതിനാണ് നമ്മൾ ഫ്യൂമറിക് ആസിഡ് അല്ലെങ്കിൽ മലിക് ആസിഡ് എന്ന് പറയുന്നത്. There can be two possible arrangements in which both hydrogen atoms coming on the same side, they are called malic acid, and both hydrogen atoms coming and COH groups coming in the opposite direction, they are called fumaric acid. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിഫർ ആയിരിക്കുന്നത് എന്നുള്ളത്? Malic and fumaric acid are differ in their physical properties. Example, malic acid having a melting point of 403 Kelvin and has lower melting point than the more symmetrical fumaric acid. So malic acid na lower melting point aanullathu. It is generally seen among the geometrical isomers. Cis isomer have a lower melting point and a higher boiling point, refractive index and dipole moment. അപ്പം നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, സിമെട്രി തന്നെയാണ് ഇവിടെ ഒരു ഫാക്ടർ. മെൽറ്റിംഗ് പോയിന്റ് സിസിൻ്റെത് കുറഞ്ഞിരിക്കും, ട്രാൻസിൻ്റെത് കൂടിയിരിക്കും. അപ്പം ഇതിലെല്ലാത്തിലും നമുക്ക് മനസ്സിലാവുന്ന ജനറൽ കേസ് എന്ന് പറയുന്നത് ഏത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എടുത്ത് നോക്കിയാലും സിസ് ഐസോമർ എന്ന് പറയുന്നതിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടിയിരിക്കും, കാരണം ഡൈപോൾ മൊമെന്റ് ഉള്ളത് കൊണ്ട്. അതുപോലെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, ഹയർ ഡൈപോൾ മൊമെന്റും ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വെൻ ഹീറ്റഡ് അബവ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പൊ മലിക് ആസിഡ് നമ്മളെടുത്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, മലിക് ആസിഡ് എന്ന് പറയുന്നത് ബോത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, സെയിം സൈഡ് കാണാം ഇവിടെ. ഓക്കെ, when heated above its melting point, malic acid readily yields is cyclic anhydride. എന്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കാം, അവിടെ ഒരു അൺഹൈഡ്രൈഡ് ഫോം ചെയ്യാം. അൺഹൈഡ്രൈഡ് ഫോം ചെയ്താൽ ഓൾറെഡി അവിടെ CC ഒരു ബോണ്ട് അവിടെ ഉണ്ട്, അവിടെ ഒരു സൈക്ലിക് സ്ട്രക്ചർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് സൈക്ലിക് സ്ട്രക്ചർ. ഓക്കെ,
വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വാട്ടർ മോളിക്യൂൾ H2O പോയി കഴിഞ്ഞാൽ CO എന്ന് പറഞ്ഞൊരു ബോണ്ട് ഫോം ചെയ്യും. But fumaric acid on the other hand cannot yield anhydride of its own because എന്ത് സംഭവിക്കും? ഇവിടെ ഫ്യൂമറിക് ആസിഡിൽ എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് they are arranged in the opposite direction. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടുന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്യൂമറിക് ആസിഡിൽ കാർബോക്സിൽ ഗ്രൂപ്പ് they are in the opposite direction. That is, it is difficult to eliminate a water molecule and it can form and it is a difficult to form anhydride. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ വളരെയധികം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതായത് 503 ഡിഗ്രി വരെ നമ്മൾ ഹീറ്റ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? ഒരു അൺഹൈഡ്രൈഡ് ഫോർമേഷനുള്ള ചാൻസ് ഉണ്ട്. ഒരു റീഅറേഞ്ച്മെന്റ് വഴി എന്ത് സംഭവിക്കും? കാർബോക്സിൽ ഗ്രൂപ്പ് വിൽ കമ്മിങ് ഓൺ ദ സെയിം സൈഡ് ആൻഡ് അൺഹൈഡ്രൈഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അത് ഫ്യൂമറിക് ആസിഡ് ഫസ്റ്റ് നമ്മൾ മലീക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. കൺവേർട്ട് ആയതിനു ശേഷം മാത്രമേ മലീക് അൺഹൈഡ്രൈഡ് ഉണ്ടാവുകയുള്ളൂ. Next we are going to see the relative stability. Relative stability of this fumaric acid and malic acid. Relative stability നോക്കുകയാണെങ്കിൽ cis isomer malic acid, the two bulky COH groups are on the same side of the CC bond. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഓൾറെഡി മീഥൈൽ ഗ്രൂപ്പിന്റെ കേസ് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു മീഥൈൽ ഗ്രൂപ്പ് ബൾക്കിയാണ്, സെയിം സൈഡിൽ വന്നാൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആവുന്നു. അതിനെക്കാട്ടിയും ഫാർ ബൾക്കിയാണ് കാർബോക്സിൽ ഗ്രൂപ്പ് COH ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ COH ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ COH group is on the same side. Overcrowding, molecular overcrowding അല്ലെങ്കിൽ steric overcrowding വരാം. So നമുക്ക് പറയാം trans isomer is more stable when compared with the cis isomer because the steric strain is less in the case of a fumaric acid. അപ്പോൾ fumaric acid carboxyl groups are in the opposite direction, so the steric strain is not there and the molecule is highly stable. ഇതിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫ്യൂമറിക് ആസിഡ് സ്റ്റേബിൾ സ്ട്രക്ചർ നിൽക്കുകയാണ്. സ്റ്റേബിളിൽ നിന്ന് അൺസ്റ്റേബിളിലോട്ട് കൊണ്ടുപോകാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അൺസ്റ്റേബിൾ നിൽക്കുന്നതിന് നമുക്ക് സ്റ്റേബിൾ കൺഫർമേഷനിലോട്ട് കൊണ്ടുപോകാം. ബിക്കോസ് നമ്മളെടുത്ത് മലീക് ആസിഡിന്റെ ഒരു പൗഡർ ഫോം അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ എടുത്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ടു ഫ്യൂമറിക് ആസിഡ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബോ നമ്മൾ കൊണ്ടുകൊടുത്താൽ മതിയാവും. 403 Kelvin എബോ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലീക് ആസിഡ് വിൽ ബി ഈസിലി കൺവേർട്ട് ടു ഫ്യൂമറിക് ആസിഡ്. ബട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന ഫ്യൂമറിക് ആസിഡിന് നമ്മൾ അൺസ്റ്റേബിൾ ഫോമിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വി ഹാവ് ടു സപ്ലൈ സം എക്സ്ട്രാ എനർജി, UV ലൈറ്റ് അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചറിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് ഫ്യൂമറിക് ടു മലീക് ആസിഡ് കൺവേർഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം വിച്ച് വൺ ഈസ് എ മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് വാട്ട് ഈസ് സൈക്ലോഹെക്സെയിൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് മീഥൈൽ. ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരുമ്പോൾ എങ്ങനെയാണ് അത് സ്റ്റേബിൾ ആവുന്നത് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് മീഥൈൽ സൈക്ലോഹെക്സെയിൻ. ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് സീൻ വാട്ട് ഇസ് ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം എന്തുകൊണ്ട് പോസിബിൾ ആയിട്ട് വരുന്നു, എന്തുകൊണ്ടാണ് ജോമെട്രിക്കൽ ഐസോമെറിസം വരാൻ കാരണം, CC ഡബിൾ ബോണ്ട് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. വാട്ട് ഇസ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ എന്നുള്ളതും കണ്ടു. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ് 1,2 ഡൈഫ്ലോറോഈഥീൻ ആൻഡ് സിസ് ഈഥീനും നമ്മൾ കണ്ടു. പിന്നെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എന്താണ്, എങ്ങനെയാണ് പോസിബിൾ ആയതെന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ് ബ്യൂട്ടീനും അതുപോലെ ഫ്യൂമറിക് ആസിഡ് മലീക് ആസിഡിന്റെ സിസ് ആൻഡ് ട്രാൻസ് ഫോം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു.
geometrical isomerism ഒരു essay വേണമെങ്കിൽ ചോദിക്കാം. What is geometrical isomerism എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. What is its isomer, trans isomer, how it is possible, sp2 hybridization വെച്ചിട്ട് explain ചെയ്യാം. Next, explains the stability of trans-2-butene, cis-2-butene and fumaric acid and malic acid. What are the factors that makes a molecule stable എന്നുള്ളതും അല്ലാതെ how the physical properties of the molecule changes. That is such a melting point, boiling point, അതുപോലെ dipole moment. All these cases we can discuss. So thank you.